എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ ക്ലാസ്സിലും നെറ്റിനോ സെറ്റിനോ അതുപോലെ തന്നെ കെട്ടറ്റിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആയിട്ടുള്ള HSTക്കൊക്കെ എന്തായാലും ചോദിക്കാറുണ്ട്. ആ ഒരു പാർട്ടിൽ നിന്നുള്ള ലാംഗ്വേജ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലാംഗ്വേജ് ഫാമിലി വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ലാംഗ്വേജ് ഫാമിലീസ്, അതായത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ നിലവിലുള്ള ലാംഗ്വേജ് ഫാമിലീസിനെ കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ കുറച്ചും കൂടെ ഡീപ്പറായിട്ട് ഉള്ളിലേക്ക് പോവാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എവല്യൂഷൻ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് എവിടെ നിൽക്കുന്നു, ഏത് ഫാമിലിയിൽ നിൽക്കുന്നു എന്ന് നമുക്ക് അറിയേണ്ടി വരും അല്ലെ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചാർട്ട് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നോക്കും. നോക്കൂ, ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ് എന്ന് പറയുന്ന ഈ ലാംഗ്വേജ് വരുന്നത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ എല്ലാ ലാംഗ്വേജ് ഫാമിലീസിൽ നിന്ന് അതിൽ നിന്ന് ബ്രാഞ്ചസ് ആയിട്ട് തിരിഞ്ഞ സബ് ഡിവിഷൻസ് ഉള്ള ലാംഗ്വേജ് ഫാമിലീസ് ആയിട്ട് നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. നോക്കൂ, അതിൽ ഏതൊക്കെയാ ഉള്ളത്. ഒന്ന്, അതായത് ഇൻഡോ യൂറോപ്യൻ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മാത്രമല്ല അതിൽ വരുന്നത്, അതൊരു ഫുൾ ഏരിയനെ തന്നെ കവർ ചെയ്യും. ഏഷ്യ എന്ന് പറയുന്ന ഒരു കോണ്ടിനെന്റിനെ തന്നെ കവർ ചെയ്യുന്ന തരത്തിലാണ്, അതിന് പുറത്തേക്ക് കൂടെ പോകുന്ന തരത്തിലാണ് എന്ത് നിൽക്കുന്നത്, ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജ് നിൽക്കുന്നത്. അതായത് ആ ലാംഗ്വേജിന്റെ ഒരു എത്തൽ അല്ലെങ്കിൽ നീട്ടിപ്പിടിക്കൽ എന്ന് പറയുന്നത് ഒരു അത്രയും വൈഡാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 200 കോടിക്ക് മുകളിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡോ യൂറോപ്യൻ ഫാമിലിയിലുള്ള ലാംഗ്വേജസ് സംസാരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്ക് വരാനുള്ള ഒരു സാധ്യതയാണ്, അല്ലെങ്കിൽ ഒരു ഡൗട്ടാണ്, ഏതൊക്കെയാണ് ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അതിൽ ഈസ്റ്റേൺ എന്ന് പറയുന്ന ഏരിയയിൽ കിടക്കുന്ന ഒരു ലാംഗ്വേജ് സിസ്റ്റമാണ് അല്ലെങ്കിൽ ഫാമിലിയാണ് ഇന്ത്യൻ. അതിൽ പ്രധാനമായിട്ട് വരുന്നത് സാൻസ്ക്രിറ്റ് എന്നാണ്. അതിൽ നിന്ന് വീണ്ടും വീണ്ടും പിരിയലുകൾ അല്ലെങ്കിൽ സബ് ഡിവിഷൻസ് ഉണ്ടാകുന്നുണ്ട്. ഹിന്ദുസ്ഥാനി അതിൽ നിന്ന് വരുന്നുണ്ട്, ബംഗാളി വരുന്നുണ്ട്. എന്തിന്, മലയാളം പോലും അതിൽ നിന്ന് ഉണ്ടായി എന്ന് പറയുന്നില്ല. പക്ഷെ നമ്മുടെ മണിപ്രവാള സാഹിത്യ കൃതികൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മലയാളവും അതുപോലെ സാൻസ്ക്രിറ്റ് ഒക്കെ ചേർത്തിട്ടാണ് വരുന്നത്. എന്തിന്, നമ്മൾ ഈ പറയുന്ന പല വാക്കുകളും സാൻസ്ക്രിറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ മേഘം എന്ന് പറയുന്ന വാക്ക്, നഖം എന്ന് പറയുന്ന വാക്കൊക്കെ സാൻസ്ക്രിറ്റിൽ നിന്ന് ഉള്ളതാണ്. അടുത്ത ഇൻഡോ യൂറോപ്യൻ ഫാമിലിയിലുള്ള ഒരു ലാംഗ്വേജ് ആണ് അർമേനിയൻ എന്ന് പറയുന്നത്. അർമേനിയൻ, അത് കഴിഞ്ഞാൽ ഇറാനിയൻ വരുന്നുണ്ട്. നമ്മുടെ ഈ പേർഷ്യൻ എന്ന് പറയുന്ന, അവസ്ഥൻ എന്ന് പറയുന്ന ലാംഗ്വേജസ് ഒക്കെ ഇതിൽ വരുന്ന, ഇറാനിയനിൽ വരുന്നതാണ്. ഇനി ജർമാനിക് വരുന്നുണ്ട്. ഈ ജർമാനിക്കിലേക്ക് വരുമ്പോഴാണ് നമുക്ക് നോക്കാനുള്ളത്. തൽക്കാലം ജർമാനിക് അവിടെ നിൽക്കട്ടെ. ഹെലനിക് എന്ന് പറയുന്ന ലാംഗ്വേജ് ഈ അറ്റത്ത് നിങ്ങൾക്ക് കാണാം. അതിലാണ് ഗ്രീക്ക് ലാംഗ്വേജ് വരുന്നത്. അത് കഴിഞ്ഞാൽ കെൽട്ടിക് വരുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന, നമ്മളെ ഈ കെൽട്ടിക് മനുഷ്യന്മാരെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ, ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും ലാംഗ്വേജിലും. അവിടെ ഈ കെൽട്ടിക് എന്ന് പറയുന്ന വംശജർക്കിടയിലാണ് ഐറിഷ്, വെൽഷ്, ഗേലിക്, ബ്രിട്ടൻ എന്ന് പറയുന്ന, അതായത് ബ്രിട്ടീഷിലേക്ക് വന്ന ഇംഗ്ലണ്ടിന്റെയൊക്കെ ഭാഷ കിടക്കുന്നത്. അപ്പോൾ കെൽട്ടിക് എന്ന് പറയുന്ന ഫാമിലി കൂടെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അൽബേനിയൻ ഉണ്ട്, ബാൾട്ടോ സ്ലാവിക് ഉണ്ട്. ബാൾട്ടിക് എന്ന് പറയുന്ന രാജ്യവും അതുപോലെ സ്ലാവിക് എന്ന് പറയുന്നതും. അപ്പൊ ബാൾട്ടിക് രാജ്യങ്ങൾ ഏതൊക്കെയാണ്, ലിത്വാനിയ, അതുപോലെ ലെറ്റിഷ് എന്ന് പറയുന്ന ഭാഷകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ലിത്വാനിയ എന്ന് പറയുന്ന രാജ്യം തന്നെയാണ്. ഇനി ഓൾഡ് സ്ലാവിക്കിലേക്ക് വരുമ്പോൾ അവിടെ റഷ്യൻ വരുന്നുണ്ട്, പോളിഷ് വരുന്നുണ്ട്, ചെക്ക് റിപ്പബ്ലിക് വരുന്നുണ്ട്, ബൾഗേറിയ വരുന്നുണ്ട്, സെർബിയയും വരുന്നുണ്ട്, ക്രൊയേഷ്യയും വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ഒരു ഏരിയയും അതുപോലെ തന്നെ ആ കൺട്രീസിലൊക്കെ ബാൾട്ടോസ്ലാവിക്കിലാണ് വരുന്നത്. റൈറ്റ്, അടുത്തതിലേക്ക് പ്രധാനപ്പെട്ട രണ്ടുപേരെ നമുക്ക് നോക്കാനുണ്ട്. ഇറ്റാലിയനിൽ തന്നെ തുടങ്ങാം. ഇറ്റാലിയൻ ഇല്ലെങ്കിൽ ഇറ്റാലിക് എന്ന് പറയുന്നതിലാണ് നമുക്ക് ലാറ്റിനെ കാണാൻ പറ്റുന്നത്. ലാറ്റിൻ ലാംഗ്വേജ്, അതിൽ നിന്നാണ് ശേഷം വരുന്ന ലാംഗ്വേജസ്. വിട്ടുപോയിട്ടില്ലല്ലോ, ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസിൽ വരുന്ന ലാംഗ്വേജുകളാണ്. അതായത് വലിയ ഒരു പാരന്റ് ലാംഗ്വേജിൽ നിന്ന് എന്ത് വരുന്നു, ഓരോരോ വിഭാഗങ്ങളായി നമ്മൾ മാറ്റി എന്ന് പറഞ്ഞു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞതിൽ. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക, ഈ പ്ലേലിസ്റ്റിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലീസിൽ വരുന്ന ലാംഗ്വേജുകളാണ് നമ്മൾ പറഞ്ഞത്. ഈസ്റ്റേൺ അല്ലെങ്കിൽ ഇന്ത്യൻ സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നത്, അർമേനിയൻ
ഇറാനിയൻ, ജർമാനിക്, ബാൾട്ടോസ്ലാവിക്, അൽബേനിയൻ, കെൽട്ടിക്, ഹെല്ലനിക്, ഇറ്റാലിക്. ഇതിൽ ചിലത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇറ്റാലിയനിലേക്കും ജർമ്മനുമാണ് നമ്മൾ പറയാനുള്ളത്. ഇറ്റാലിയനിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇറ്റാലിക് ലാംഗ്വേജിലേക്ക് വരുമ്പോൾ അത് ലാറ്റിൻ വരുന്നുണ്ട്. ലാറ്റിൻ ആണ് അതിന്റെ ഉള്ളിൽ വരുന്ന ഫസ്റ്റ് ലാംഗ്വേജ്. അതിൽ നിന്നാണ് പിന്നീട് വരുന്ന ഫ്രഞ്ച്, പ്രൊവിൻഷ്യൽ ലാംഗ്വേജ്, ഇറ്റാലിയൻ, സ്പാനിഷ്, പോർച്ചുഗീസ്, കാറ്റലൻ, റൊമേനിയൻ എന്ന് പറയുന്ന ലാംഗ്വേജുകളെല്ലാം വരുന്നത്. ഓക്കെ. അടുത്ത പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ ജർമാനിക് ലാംഗ്വേജ്. അതാണ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഉള്ളിലേക്കുള്ളത്. ജർമാനിക് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അതിനെ ഡിവിഷൻസ് ആക്കി മാറ്റുന്നുണ്ട്. നോർത്തേൺ ജർമാനിക്, അതുപോലെ ഈസ്റ്റേൺ ജർമാനിക്, വെസ്റ്റേൺ ജർമാനിക് എന്ന് പറയുന്ന 3 വിഭാഗങ്ങളായിട്ട് ഈ ജർമാനിക് ലാംഗ്വേജ് മാറുന്നുണ്ട്. ഓക്കെ, ജർമാനിക് ലാംഗ്വേജിനെ 3 ആക്കി മാറ്റാം. നോർത്തേൺ ജർമാനിക്കിലേക്ക് വരുമ്പോൾ അവിടെ നോസ്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് നോസ് എന്ന് പറയുന്ന 2 ഏരിയകളിലേക്കുള്ള വിഭാഗങ്ങളായിട്ട് ഈ ജർമാനിക് ലാംഗ്വേജിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വിഭജിക്കുന്നുണ്ട്. ഈസ്റ്റേൺ നോട്ട്സിലാണ് നമുക്ക് സ്വീഡിഷ്, ഡാനിഷ്, ഗോത്ത്ലാൻഡിക് ഭാഷകൾ കാണാൻ പറ്റുക. വെസ്റ്റേൺ നോട്ട്സിലാണ് നമുക്ക് നോർവീജിയൻ, ഐസ്ലാൻഡിക്, ഫെറോസി എന്ന് പറയുന്ന ലാംഗ്വേജ് കാണാൻ പറ്റുന്നത്. ഇനി ഈസ്റ്റേൺ ജർമാനിക്കിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഗോത്തിക് ലാംഗ്വേജസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വേണമെങ്കിൽ ഓൾഡൻ ലാംഗ്വേജസിലേക്ക് വരുന്ന ഒരു ഏരിയ ആണ്. ഇനി വെസ്റ്റേൺ ജർമാനിക്കിലേക്ക് വരുമ്പോൾ വെസ്റ്റേൺ ജർമാനിക്കിനെ വീണ്ടും 2ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഒന്ന് ഹൈ ജർമ്മൻ, ഒന്ന് ലോ ജർമ്മൻ. ജർമ്മൻ ഷെപ്പേർഡ് അല്ല കേട്ടോ. ഹൈ ജർമ്മനില് ജർമ്മനും യിഡിഷ് എന്ന് പറയുന്ന ലാംഗ്വേജും വരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ലോ ജർമ്മനിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കാണാനുള്ള കുറെ ആൾക്കാരെ കാണുക. ലോ ജർമ്മനിൽ ഓൾഡ് ഫ്രീഷ്യൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പിന്നീട് ഫ്രീഷ്യൻ ഭാഷയായിട്ട് വന്നിട്ടുള്ള ഭാഷ. അതുപോലെ ആംഗ്ലോ സാക്സണിൽ നമുക്ക് ഓൾഡ് ഇംഗ്ലീഷ് കാണാൻ പറ്റും. അപ്പൊ നമ്മൾക്ക് പറയാറുള്ള ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ്, മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്, മോഡേൺ ഇംഗ്ലീഷ് പീരീഡ് ഒക്കെ എവിടെയാ വരുന്നത്? നമ്മുടെ ജർമാനിക് ഫാമിലിയിൽ വെസ്റ്റ് ജർമാനിക്കിൽ ലോ ജർമ്മനിലാണ് ഇത് വരുന്നത്. അതുപോലെ ഓൾഡ് സാക്സൺ പീരീഡ് വരുന്നുണ്ട് അല്ലേ? ഓൾഡ് സാക്സൺ, ഓൾഡ് ഇംഗ്ലീഷിൽ അവിടെ മിഡിൽ ലോ ജർമ്മൻ വരുന്നുണ്ട്, ഫ്ലാറ്ററിഷ് വരുന്നുണ്ട്, ഇങ്ങനത്തെ ലാംഗ്വേജ് വരുന്നുണ്ട്. അതിൽ 4മത്തെയാണ് ലോ ഫ്രാൻകോണിയൻ എന്ന് പറയുന്ന ലാംഗ്വേജ്. അത് ഡച്ച്, ഫ്ലെമിഷ് ലാംഗ്വേജുമായിട്ടാണ് വരുന്നത്. ഇനി ഒരു കാര്യം നോക്കാം. നിങ്ങൾ ആ ലാംഗ്വേജിന്റെ വലതു ഭാഗത്ത് അത് എത്ര ഇയറിലാണ് വന്നു പോയതെന്ന് നോക്കൂ. അതായത് അവിടെ BC കൊടുത്തിട്ടുണ്ട്. അത് താഴത്തേക്ക് വരുമ്പോഴേക്കും AD ആയിട്ട് മാറുന്നുണ്ട്. ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഏകദേശം ഒരു 3000 to 2000 BC-യിലാണ് ഉണ്ടായിരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ അത് പിന്നീട് നമ്മളുടെ ഓരോ ലാംഗ്വേജ് ഫാമിലീസ് ആയിട്ട്, അതായത് ഇന്ത്യനും അർമേനിയനും ഇറാനിയനും ജർമാനിക്കും ബാൾട്ടോസ്ലാവിക്കും അൽബേനിയനും കെൽട്ടിക്കും ഹെല്ലനിക്കും ഇറ്റാലിയനും ഒക്കെ ആയി മാറാൻ 1000 BC എത്തേണ്ടി വന്നു. വിച്ച് മീൻസ് ഒരു 1500 2000 വർഷം പിന്നെയും കഴിയുമ്പോഴാണ് പ്രോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പ്രോപ്പർ അല്ല, എന്നിരുന്നാലും ഏകദേശം ഒരു പ്രോപ്പർ രീതിയിലുള്ള ലാംഗ്വേജ് ഫാമിലികളെ കാണാൻ പറ്റും. അപ്പൊ ഇൻഡോ യൂറോപ്യൻ എന്ന് പറയുന്ന വലിയൊരു ലാംഗ്വേജ് ഫാമിലിയിൽ നിന്ന് നമുക്ക് ഈ കാണുന്ന 8 അല്ലെങ്കിൽ 9 ലാംഗ്വേജ് ഫാമിലികളെ പാരന്റ് ലാംഗ്വേജിൽ നിന്ന് തിരിച്ചു കാണണമെങ്കിൽ ഒരു 1000 2000 വർഷങ്ങളുടെ വ്യത്യാസം കാണാൻ പറ്റും. വീണ്ടും ഈ ലാംഗ്വേജ് ഫാമിലികൾ തിരിച്ച് അടുത്ത ഒരു ജനറേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്കും AD എത്തിക്കഴിഞ്ഞു. അതായത് വീണ്ടും ഒരു 1000 വർഷം നമുക്ക് പോയതായിട്ട് കാണാൻ പറ്റും. അതിൽ നിന്നും 500 വർഷം കഴിയുമ്പോഴാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്ന ബാക്കിയുള്ളതിനെ കാണാൻ പറ്റുന്നത്. ഇനി ജർമാനിക് ലാംഗ്വേജസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇറ്റാലിയൻ ശേഷമുള്ളതൊക്കെ വരുമ്പോഴേക്കും AD വീണ്ടും കിടക്കുന്നതായിട്ട് കാണാം. അതായത് 1000 AD, 1300 AD, 1700 AD ഒക്കെ എത്തുമ്പോഴേക്കും ഈ ഒരു കാലഘട്ടം എത്തുന്ന ഏരിയകളിലേക്ക് കാണാൻ പറ്റും. അതും ഈ സാക്സൺ പീരീഡിലൊക്കെയുള്ള വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. ഓൾഡ് സാക്സൺ അല്ലെങ്കിൽ ആംഗ്ലോ സാക്സൺ പീരീഡിലൊക്കെ ഇത് വരുന്നതാണ്. റൈറ്റ്. അപ്പോൾ ഇൻഡോ യൂറോപ്യൻ ഫാമിലി എന്ന് പറയുന്നതിന്റെ തുടക്കം ഒരു 3000 BC-യിലാണെങ്കിൽ അത് പിന്നീട് ഉണ്ടായി എവല്യൂഷണറി പ്രോസസ്സിലൂടെ വന്ന് 1000 BC എത്തി, AD എത്തി, AD 500 എത്തി, AD 1000 എത്തി, 1300 എത്തി, 1700 ഒക്കെ എത്തുന്ന ഏരിയ അല്ലെങ്കിൽ അത്രയും വലിയ ഒരു കാലഘട്ടം നമുക്കിവിടെ കാണാൻ പറ്റും. അത്രയും ഇയർ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ലാംഗ്വേജും പ്രോസസ്സ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്. മുന്നിലേക്ക് പോയി നോക്കാം അല്ലെ.
മുന്നിലേക്ക് പോകുമ്പോൾ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ആണ് നമുക്ക് നോക്കാനുള്ളത്. റൈറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ലാംഗ്വേജുകൾക്കും ഒരു പാരന്റ് ലാംഗ്വേജ് ഉണ്ടായിരിക്കും, അല്ലെ? ഒരു പാരന്റ് ലാംഗ്വേജ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിനും നമ്മുടെ ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ ലാംഗ്വേജ് എക്സ്പേർട്സ് വിചാരിക്കുന്നു ഇതിനും ഒരു പാരന്റ് ലാംഗ്വേജ് ഉണ്ടായിരുന്നു, ഇതിനും ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അതിൽ പാരന്റ് ലാംഗ്വേജ്, ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിന്റെ പാരന്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ എന്ന് പറയുന്ന PIE എന്ന് പറയുന്ന പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ആയിരുന്നു എന്നാണ് വിചാരിക്കുന്നത്. അതായത് പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിൽ നിന്നാണ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു സബ് ലാംഗ്വേജ് സിസ്റ്റം വന്നിട്ടുള്ളത്. പക്ഷേ ഈ പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഇവർക്ക് പൂർണ്ണമായിട്ടും കണ്ടുപിടിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇവർ വിശ്വസിക്കുന്നു അങ്ങനെ ഒരു പാരന്റ് ലാംഗ്വേജ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന്. റൈറ്റ്. അങ്ങനെ ഒരു ലാംഗ്വേജ് സിസ്റ്റത്തിൽ നിന്നാണ് ഈ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് വരുന്നത്. റൈറ്റ്. അപ്പോൾ ഒരു ദിവസം രാവിലെ ഈ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് പാളയം ചന്തയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഉണ്ടായതല്ല ഈ ലാംഗ്വേജ് ഒന്നും. ഒരു പാരന്റ് ലാംഗ്വേജിൽ നിന്നാണ് നമ്മുടെ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജും വന്നിട്ടുള്ളത്. ഇനി ഏത് പ്രദേശങ്ങളിൽ നിന്നായിരിക്കാം ഈ പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് വന്നിട്ടുണ്ടായിരിക്കുക? അതൊരു ചോദ്യമാണല്ലോ. ജപ്പാനിൽ നിന്നാണോ? അല്ല. അമേരിക്ക എന്നാണോ? അല്ല. ബ്ലാക്ക് സീ എന്ന് പറയുന്ന, അത് നിങ്ങൾക്ക് നമ്മുടെ ലോക ഭൂപടം എടുത്ത് വെച്ച് നോക്കുമ്പോൾ കാണാം. ബ്ലാക്ക് സീ എന്ന് പറയുന്നത് നമ്മളുടെ തുർക്കി എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ കാണുന്ന കുറെ, എന്താ പറയുക, രാജ്യങ്ങൾ അവിടെ ഉണ്ട്. ബൾഗേറിയ എന്നൊക്കെ പറയുന്ന കുറെ രാജ്യങ്ങളുണ്ട്. അപ്പൊ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഒരു കുതിരലാടം പോലെ ഇങ്ങനെ ഷേപ്പിലുള്ള ഒരു ഏരിയയിൽ കുറെ രാജ്യങ്ങൾ കിടക്കുന്നുണ്ടായിരിക്കും. അതിന്റെ നടുവിൽ ഒരു ചെറിയ ഏരിയയിലാണ് നമ്മുടെ ഈ ബ്ലാക്ക് സീ കിടക്കുന്നത്. അതായത് അതിനെ ചുറ്റിപ്പറ്റി കുറെ രാജ്യങ്ങളുണ്ട്. ഓക്കെ. സൈബീരിയ അവിടെ നിന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ കുറെ, ഉക്രൈൻ അവിടെ ഉള്ളതാണ്. ഈ രാജ്യങ്ങൾ, അതായത് ഈ ഷേപ്പിൽ കിടക്കുന്ന രാജ്യങ്ങളാണ് ഈ യുക്രൈൻ, അതുപോലെ റഷ്യയുടെ ഒരു ഭാഗം, അതുപോലെ സൈബീരിയയുടെ ഒരു ഭാഗം. ഇതൊക്കെ ഈ ഷേപ്പിൽ കിടക്കുന്ന രാജ്യങ്ങളാണ്. ഓക്കെ. ഈ രാജ്യങ്ങളുടെ നടുവിലാണ് ഈ ബ്ലാക്ക് സീ എന്ന് പറയുന്ന സീ വരുന്നത്. അപ്പോൾ ഈ ഭാഗത്തുണ്ടായിരുന്ന ആൾക്കാരാണ്, അതായത് കടലിന്റെ ഉള്ളിലുള്ള ആൾക്കാരല്ല, ഈ ഷേപ്പിലുണ്ടായിരുന്ന രാജ്യക്കാരാണ് ആദ്യമായിട്ട് പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് സംസാരിച്ചത് എന്ന് വിചാരിക്കുന്നതാണ്. പക്ഷെ ഇവരാരായിരുന്നു? ഇവര് നൊമാഡിക് ട്രൈബ്സ് ആയിരുന്നു. അതായത് ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. അവർക്ക് പ്രത്യേകിച്ച് ഒരു സെറ്റിൽമെന്റ് ഉണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ് ആദ്യമായിട്ട് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് സ്പീക്ക് ചെയ്ത് അല്ലെങ്കിൽ സംസാരിച്ച് തുടങ്ങിയത് എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവര് ആദ്യം ഉണ്ടായിരുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് സീയുമായിട്ട് ബന്ധപ്പെട്ട് ഉക്രൈനോ അല്ലെങ്കിൽ റഷ്യയോ അല്ലെങ്കിൽ സൈബീരിയ അങ്ങനത്തെ കുറെ രാജ്യങ്ങളുടെ ഈ ഒരു ഷേപ്പിലുള്ള രാജ്യങ്ങളുടെ സൈഡിലുള്ളവരായിരുന്നു. ഇവരെന്ത് ചെയ്യുന്നുണ്ട് ശേഷം? അവര് പിന്നീട് യൂറോപ്യൻ ഏരിയകളിലേക്ക് പോകുന്നുണ്ട്. അതായത് ഈ ഏരിയയിൽ നിന്ന് നടന്ന് 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 യൂറോപ്പിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം നടന്ന് 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 ഏഷ്യയിലേക്ക് പോകുന്നുണ്ട്. കാരണം ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിന്റെ സബ് സിസ്റ്റംസ് ഒക്കെ വരുമ്പോൾ ഈസ്റ്റേൺ ലാംഗ്വേജിൽ സാൻസ്ക്രിറ്റ് വന്ന് കിടക്കുന്നത് കാണാം. അപ്പൊ സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നത് ഈ ഭാഗത്ത് നിന്ന്, ഈ ഷേപ്പിൽ നിന്ന് വന്ന ആൾക്കാരിൽ നിന്ന് വന്ന ഒരു ലാംഗ്വേജ് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ഇന്നത്തെ കുറെ കൈൻഡ് ഓഫ് റിലീജിയസ് ആസ്പെക്റ്റിലുള്ള ആൾക്കാർ പറയുന്നുണ്ട് സാൻസ്ക്രിറ്റ് ദേവഭാഷയാണെന്ന്. അതല്ല എന്നൊന്നും പറയാൻ ഞാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ അത് വന്നിട്ടുള്ള ഒരു ലാംഗ്വേജ് സിസ്റ്റം എന്ന് പറയുന്നത്, ആ സിസ്റ്റം ആസ് പെർ ദ തിയറി, ആസ് പെർ ദ പ്രൊഫഷണൽസ്, ആസ് പെർ ദ ഹിസ്റ്റോറിയൻസ്, അത് വരുന്നത് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലിയിൽ നിന്നാണ്. ഇനി ഈ ഒരു പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ഒരു 3500 BCയിലൊക്കെ നിലനിന്ന് പോന്നിരുന്നതും ആ ഒരു ഏരിയ 3000 BCE ആയിരിക്കുമ്പോഴേക്കും ഇല്ലാതാവുകയും ചെയ്ത ഒരു സിസ്റ്റമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊരു റൈറ്റിംഗ് സിസ്റ്റം ഇല്ല. നമുക്ക് പറയാൻ പറ്റില്ല ഇതാണ് പ്രോപ്പർ പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ്, അതിൽ നിന്നാണ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് വന്നതെന്ന് കാണിക്കാൻ റൈറ്റിംഗ് സിസ്റ്റം ഒന്നും എടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറയുന്നത് എന്ന് വിചാരിക്കുന്ന, എന്ന് വിശ്വസിക്കപ്പെടുന്ന, എന്ന് ഹിസ്റ്റോറിയൻസ് പറയുന്ന ലാംഗ്വേജ് ആയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഇതിൽ വരുന്ന ലാംഗ്വേജ് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ് ലാറ്റിൻ, ഗ്രീക്ക്, പേർഷ്യൻ, സാൻസ്ക്രിറ്റ്, അർമേനിയൻ, ഇറ്റാലിയൻ എന്ന് വേണ്ട എല്ലാ ലാംഗ്വേജും ഉണ്ട്. അതുകൊണ്ടാണ് ഒരു 200 കോടിയിലധികം ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ
ജനസംഖ്യ പ്രകാരം ഭൂമിയിൽ 800 കോടിയിലധികം ആൾക്കാരുണ്ട് എന്നാണ് പറയുന്നത്. അതിലൊരു 200 കോടിയിലധികം എന്തായാലും ആൾക്കാർ ഏകദേശം ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഇനി കോണ്ടിനെന്റുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അമേരിക്ക, യൂറോപ്പ്, വെസ്റ്റേൺ ആൻഡ് സൗതേൺ ഏഷ്യ മുഴുവൻ ഈ ലാംഗ്വേജുകളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ആരാണ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു തിയറി, ഒരു ഐഡിയ പ്രപ്പോസ് ചെയ്തത്? അത് സർ വില്യം ജോൺസ് എന്ന് പറയുന്ന ആളെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം പ്രധാനമായിട്ട് എടുത്തു നോക്കുമ്പോൾ സാൻസ്ക്രിറ്റ്, ലാറ്റിൻ, ഗ്രീക്ക്, പേർഷ്യൻ എന്നീ ഭാഷകൾ മറക്കരുത്. സാൻസ്ക്രിറ്റ്, ലാറ്റിൻ, ഗ്രീക്ക്, പേർഷ്യൻ എന്നീ പറയുന്ന ഓൾഡ്, ഭയങ്കര പഴയതായിട്ടുള്ള ലാംഗ്വേജുകൾക്കിടയിൽ സിമിലാരിറ്റീസ് ഉണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഈ 4 ലാംഗ്വേജ്, നമ്മുടെ വില്യം ജോൺസ് എന്ന് പറയുന്ന ആളെന്ന് പറയുന്നു, പേർഷ്യൻ, ലാറ്റിൻ, ഗ്രീക്ക്, സാൻസ്ക്രിറ്റ് എന്ന് പറയുന്ന ലാംഗ്വേജുകൾ തമ്മിൽ ഒരു സിമിലാരിറ്റി കാണാൻ പറ്റും. അപ്പൊ അദ്ദേഹം പറയുന്നു ഇതൊക്കെ ചിലപ്പോൾ ഒരു കോമൺ ആൻസെസ്റ്റർ ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ലാംഗ്വേജസ് ആയിരിക്കാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ലാംഗ്വേജുകളൊക്കെ അദ്ദേഹം ഒരു സിസ്റ്റമാറ്റിക് ഏരിയയിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് ഫാമിലിയാണ് എന്ന് പറയുന്നു. അതിന് ഫസ്റ്റ് ആയിട്ട് കിടക്കുന്നത് ആഫ്രോ ഏഷ്യാറ്റിക് ഫാമിലിയാണ്. ആഫ്രോ ഏഷ്യാറ്റിക് ഫാമിലി അതിന് മുകളിലുണ്ട്. അപ്പൊ അവിടെയാണ് ഈ ഈജിപ്റ്റ് അതുപോലെ സെമിറ്റിക് ലാംഗ്വേജസിന്റെ ഒക്കെ തുടക്കം കാണാൻ പറ്റും. ഹീബ്രു പോലെയുള്ള ഭാഷ എന്ന് പറയുന്നതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിന്റെ ഒരു ബേസിക് ഐഡിയ ഇവിടെയാണ് കിടക്കുന്നത്. അതിനൊരു പാരന്റ് ലാംഗ്വേജ് ഉണ്ടായിരുന്നു. ആ പാരന്റ് ലാംഗ്വേജിനെ വിളിക്കുന്നത് പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ എന്നാണ്. അത് സംസാരിച്ചു കൊണ്ടിരുന്നത് നമ്മുടെ ബ്ലാക്ക് സീക്ക് അടുത്തുള്ള ഉക്രൈനോ അല്ലെങ്കിൽ റഷ്യയോ അല്ലെങ്കിൽ ബൾഗേരിയ പോലെയുള്ള രാജ്യങ്ങളിലുള്ള ആൾക്കാരായിരുന്നു. പിന്നീട് അവർ നടന്ന് നടന്ന് നൊമാഡിക് ട്രൈബ്സ് ആയതുകൊണ്ട് തന്നെ നടന്ന് അവർ യൂറോപ്പിലേക്കും അതിനുശേഷം ഏഷ്യ ഏരിയയിലേക്കും അവർ എത്തുന്നുണ്ട്. ഒരു 3400 കൊല്ലം മുമ്പൊക്കെ ഈ പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഇല്ലാതായി എന്നും അതിന് റൈറ്റിംഗ് സിസ്റ്റം ഇല്ല എന്നും കാണാൻ പറ്റും. ഓക്കെ, ഇനി ഒന്നും കൂടെ ബേസിക് ആയിട്ട് നമുക്കിത് നോക്കിയിട്ട് നിർത്താം. കുറച്ചും കൂടെ വെക്കാനുണ്ട്. ഞാൻ തൽക്കാലം എൻ്റെ ഈ ബോക്സ് ഇവിടെ വെക്കുന്നുണ്ട്, നോക്കാം. നമ്മൾ നേരത്തെ കണ്ട ഒരു ലാംഗ്വേജ് ഫാമിലിയുടെ ഫോട്ടോ അത് ഏകദേശം ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. ഒന്നും കൂടെ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ്. അതിൽ പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലിയാണ് ഇവിടെ നോക്കുന്നത്. പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ. ഓക്കെ, പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ. ഇൻഡോ യൂറോപ്യൻ ഫാമിലിയാണ് നമ്മൾ അവിടെ കണ്ടത്. ഇവിടെ പ്രോട്ടോ ഇൻഡോ യൂറോപ്യനിലേക്കാണ് വരുന്നത്. അവിടെ ഏതൊക്കെ ലാംഗ്വേജസ് ഉണ്ടായിരുന്നിരിക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇൻഡോ ഇറാനിയൻ ലാംഗ്വേജ് അവിടെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഇൻഡോ ഇറാനിയൻ. അപ്പോൾ ഇൻഡിക് എന്ന് പറയുന്ന അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് വരുന്ന ലാംഗ്വേജ് ഫാമിലി അവിടെ കാണാൻ പറ്റും. ഇറാനിയൻ ലാംഗ്വേജ് അവിടെ കാണാൻ പറ്റും. ഓക്കെ, കുർദിഷ് എന്നൊക്കെ പറയുന്ന സോ കോൾഡ് ഫേമസ് ലാംഗ്വേജ് അവിടെയാണുള്ളത്. ഗ്രീക്ക്, ഹെല്ലനിക് ലാംഗ്വേജ് അവിടെ കാണാൻ പറ്റും. കെൽട്ടിക്, ഇറ്റാലിക് കൊണ്ടോ അവിടെ ഇറ്റാലിക്കിൽ നിന്നാണ് പിന്നീട് ഫ്രഞ്ച്, സ്പാനിഷ്, പോർച്ചുഗീസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അവിടെയും ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ഫ്രഞ്ചിൽ നിന്ന് എടുത്തിട്ടുള്ള വാക്കുകൾ ശേഷം ഓൾഡ് ഇംഗ്ലീഷിലേക്ക്, മിഡിൽ ഇംഗ്ലീഷിലൊക്കെ വരുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റാലിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാൾട്ടോസ്ലാവിക്ക് വരുന്നുണ്ട്, ജർമാനിക്ക് വരുന്നുണ്ട്. ആ ജർമാനിക്കിൽ നിന്നും വെസ്റ്റ് ജർമാനിക്കിൽ നിന്നും ശേഷം എല്ലാ ലാംഗ്വേജസിലേക്കും ഈവൻ ഇംഗ്ലീഷിലേക്ക് വരെ വാക്കുകൾ കടമെടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ഫാമിലിയുടെ പ്രധാനപ്പെട്ട ഏരിയ, അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. റൈറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ഫാമിലിയിൽ നിന്നാണ് നമ്മുടെ ബാക്കിയുള്ള ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജുകളെല്ലാം വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് വരാൻ സാധ്യതയുള്ളത്. എങ്ങനെയായിരിക്കും സാധാരണ? ഇപ്പം നിങ്ങൾ മൃഗങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായം എത്തുമ്പോൾ അതിൻ്റെ അമ്മ അല്ലെങ്കിൽ അതിൻ്റെ ഫാമിലി മെമ്പേഴ്സ് എന്ത് ചെയ്യും? അതിനെ പുറത്താക്കും. അങ്ങനെ പുറത്താക്കാത്ത ഒരേ ഒരു മൃഗമേ ഉള്ളൂ, അത് മനുഷ്യനാണ്. അല്ലെ? അതിപ്പോൾ പുറത്താക്കിക്കോളൂ, അധികം വൈകാതെ എല്ലാവരും പുറത്താക്കാൻ തുടങ്ങും. വാട്ടെവർ. അപ്പോ ഈ ലാംഗ്വേജ് ഫാമിലികൾ എങ്ങനെയാണ് ഉത്ഭവിക്കുന്നത്? അതെപ്പോഴും ഡെവലപ്പ് ചെയ്യുന്നത് ഒരു പാരന്റ് ലാംഗ്വേജിൽ നിന്നായിരിക്കും. അല്ലെ? ഇവിടെ പാരന്റ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പാരന്റ് ലാംഗ്വേജിൽ നിന്നാണ് ബാക്കിയുള്ള ലാംഗ്വേജുകളെല്ലാം ഐസൊലേറ്റ് ചെയ്ത് മാറുന്നത്. അതായത് ഒരു പ്രായം എത്തുമ്പോൾ പുതിയൊരു ഭാഷയായിട്ട് അത് തനിയെ തനിയെ മാറിക്കൊണ്ടിരിക്കും. ഇനി ഇങ്ങനെ വരുന്ന ഓരോ ലാംഗ്വേജസും, അതായത് പാരന്റ് ലാംഗ്വേജിൽ നിന്ന് ഒരു ലാംഗ്വേജ് ഉണ്ടാവും. റൈറ്റ്? അത് സംശയമില്ലല്ലോ. ഈ ലാംഗ്വേജുകളെല്ലാം അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ പ്രോട്ടോ
ലാംഗ്വേജുകൾ ഉണ്ടായിരിക്കും, പാരന്റ് ലാംഗ്വേജ് ഉണ്ടായിരിക്കും. അടുത്തതിൽ വേറൊരു ലാംഗ്വേജ് ഉണ്ടാവും. അടുത്തതിൽ എന്തുണ്ടാവും? ഈ രണ്ടാമത്തെ സ്റ്റെപ്പിലുള്ള ലാംഗ്വേജുകൾ ഉണ്ടല്ലോ, ഈ ലാംഗ്വേജുകളുടെ ഡയലക്റ്റുകൾ വരാൻ തുടങ്ങും. ഓക്കെ, ഡയലക്റ്റുകൾ. ഇപ്പൊ മലയാളത്തിൽ കുറെ ഡയലക്റ്റുകൾ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? അങ്ങനെ ഡയലക്റ്റ് ഉണ്ടാവാൻ തുടങ്ങും. അപ്പൊ 3 സ്റ്റെപ്പ് പ്രോസസ്സ് അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. പാരന്റ് ലാംഗ്വേജ് ഉണ്ട്, ഇവിടെ മെയിൻ ലാംഗ്വേജ് വരും, അതിനുശേഷം ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇവരുടെ ഡയലക്റ്റുകൾ വരാൻ തുടങ്ങും. ഇപ്പൊ മലയാളം എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണെന്ന് വിചാരിക്കട്ടെ, ഇതിന് ഒരു ഡയലക്റ്റ് വരും. ഇതാണ് ഡയലക്റ്റ്. അപ്പൊ ഇത് സെക്കൻഡ് സ്റ്റെപ്പാണ്. ഈ ഡയലക്റ്റുകൾ എന്തായി മാറും? കുറെ കാലം കഴിയുമ്പോൾ സെപ്പറേറ്റ് ഒരു ലാംഗ്വേജ് ആയിട്ട് മാറും. ഓക്കെ, ഇപ്പൊ മലയാളത്തിൽ കണ്ണൂരിലൊരു ഡയലക്റ്റ് ഉണ്ട്, ട്രിവാൻഡ്രത്ത് ഒരു ഡയലക്റ്റ് ഉണ്ട്, കൊച്ചിയിൽ ഒരു ഡയലക്റ്റ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ കുറെ കാലം കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഒരു ലാംഗ്വേജ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ 2 പ്രോസസ്സുകൾ അല്ലെങ്കിൽ ഈ 2 ഫോൾഡ് പ്രോസസ്സിൽ നിന്നാണ് പിന്നീട് ഒരു 8-9 ഗ്രൂപ്പുകളായിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലീസ് വരുന്നത്. അതിൽ നമുക്ക് ഈസ്റ്റേൺ ലാംഗ്വേജസ് ആയിട്ടുള്ള സാൻസ്ക്രിറ്റ് കാണാം, അമേരിക്കൻ കാണാം. അല്ലെങ്കിൽ അമേരിക്കൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇംഗ്ലീഷ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രീക്ക്, അൽബേനി, ഇറ്റാലിക്, ബാൾട്ടോ, സ്ലാവിക്, ജർമാനിക്, കെൽറ്റിക് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന പാരന്റ് ഫാമിലിയിൽ നിന്ന്, പാരന്റ് ലാംഗ്വേജിൽ നിന്ന് ഒരു ലാംഗ്വേജ് ഉണ്ടാവുന്നു. അതിനുശേഷം അതിന്റെ തന്നെ എന്ത് വരുന്നുണ്ട്, ഒരു ഡയലക്റ്റ് വ്യത്യാസം കാരണം പുതിയൊരു ലാംഗ്വേജ് അവിടെ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ 2 ഫോൾഡ് പ്രോസസ്സിൽ നിന്നാണ് വീണ്ടും ലാംഗ്വേജുകൾ ഉണ്ടായി വരുന്നത്. ഇനി GL ബ്രൂക്ക് എന്ന് പറയുന്ന ഒരു തിയറിസ്റ്റ് പറയുന്നു, ആ, ഈ സ്പീക്കേഴ്സ് നമ്മൾ പറഞ്ഞു നൊമാഡിക് ട്രൈബ്സ് ആണ് ഇത് നടന്ന് സ്പ്രെഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരിൽ നിന്നാണ് ഈ ലാംഗ്വേജ് ഉണ്ടായിട്ട് സ്പ്രെഡ് ആയി പോകുന്നത്. ഇവര് ഒരു 2000 തൊട്ട് 3000 BC-യിലാണ് ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ ഇവരുടെ ഈ യാത്ര ഉണ്ടായിരിക്കാൻ സാധ്യത എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ഈ ഒരു വൈഡ് സ്പ്രെഡിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ മൈഗ്രേഷൻ ആണ്. ഓക്കെ, അതാണല്ലോ നമ്മൾ പറയുന്നത്, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്കുള്ള ആൾക്കാരുടെ മൈഗ്രേഷൻ കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലാംഗ്വേജ് സ്പ്രെഡ് ആവുന്നത്. അതിൽ പ്രധാനമായിട്ടും ഈ റഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ റഷ്യയിലേക്ക് വന്നതിന് ശേഷം അവിടെ നിന്ന് പോകുന്ന ആൾക്കാരാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ജർമാനിക് ലാംഗ്വേജും അതുപോലെ തന്നെ കെൽട്ടിക് ലാംഗ്വേജുകളൊക്കെ തമ്മിൽ ഒരു ചെറിയ ഒരു അടുപ്പം കാണാൻ പറ്റും. ഇത് ജർമാനിക് എന്ന് പറയുന്ന അല്ലെങ്കിൽ റഷ്യൻ ഏരിയയിൽ നിന്നുള്ളതിന്റെ അർത്ഥമായിട്ടല്ല പറയുന്നത്, പക്ഷേ ഈ ലാംഗ്വേജ് ഫാമിലികളുടെ പ്രധാനപ്പെട്ട ഏരിയ വരുന്നു എന്നാണ് പറയുന്നത്. ഇനി ഈ ഡയലക്റ്റ് വ്യത്യാസങ്ങൾ കാരണം എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ ലാംഗ്വേജുകൾ ഉണ്ടാവുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മളുടെ ഇൻഡോ യൂറോപ്യൻ അതുപോലെ പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലികളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും ടോപ്പിക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ പറയാം. റൈറ്റ്, ഇപ്പോൾ നമ്മൾ എന്തായാലും കേട്ടതിൻ്റെ റിസൾട്ട് നോക്കിയിരിക്കുകയാണ്, ഞാനും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ എന്തായാലും അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ ബൈ ആൻഡ് സീ.